ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ വ്യൂകളെല്ലാം തെറ്റിപ്പോയി എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് ആ ട്രേഡ് ശരിക്കും ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, മാർക്കറ്റ് മാക്സിമം പോവുകയാണെങ്കിൽ 13,100 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടെന്ന്. ആ ലെവൽ ഒക്കെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആരോ നോക്കി കുറേ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സംഗതി സക്സസ് ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ റിയൽ അപ്പം നമ്മൾ തലേദിവസമാണല്ലോ ഈ ലെവലുകൾ വരയ്ക്കുന്നത്. അപ്പോൾ ആരോ ഇട്ട് വെക്കുമ്പോൾ ആരോ മാത്രം ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് എൻ്റെ റിയാലിറ്റി സത്യം പറഞ്ഞാൽ അതല്ല. കാരണം റിയൽ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്ത് അല്ലേ. 13,000 അടുത്താണ് മാർക്കറ്റ്. ഗ്യാപ്പ് അപ്പിലാണ്. ഏകദേശം 13,992 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. അപ്പോൾ അവിടെ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു 13,000 ക്രോസ് ചെയ്യാതെ 13,000 താഴോട്ട് വരും എന്നാണ് നമ്മൾ കരുതിയത്. കാരണം നിഫ്റ്റിയും ഒക്കെ 90 പോയിൻ്റ് അടുത്ത് ഓപ്പൺ ചെയ്തിട്ടും നിഫ്റ്റി നേരെ താഴോട്ടാണ് വന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു പി കോള് നമ്മൾ എടുത്തത്. പക്ഷെങ്കിൽ അത് മാർക്കറ്റ് കുറേ നേരം ഇവിടെയൊക്കെ കൺസോളിഡേറ്റ് താഴോട്ട് വരും എന്നൊക്കെ കാണിച്ചതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ അവിടെ എസ് എൽ ഹിറ്റാകുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു വോയിസ് ഇട്ടായിരുന്നു, 13,100 വരുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു പി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ അവിടെ നിന്നൊരു പി ട്രൈ ചെയ്തു. പക്ഷേങ്കിൽ നമുക്കത് അത്രയും അങ്ങോട്ട് ബെനിഫിറ്റ് കിട്ടിയില്ല. നമ്മൾ ഒരു ആവറേജ് ചെയ്യുകയാണ് അവിടെ ചെയ്തത്. ആവറേജ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ചൊരു ലോസ് കുറയ്ക്കാൻ പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു മേന്മയെന്ന് പറയാൻ. ബാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അട്ടർ ഫ്ലോപ്പായിരുന്നു നമ്മുടെ ട്രേഡുകളെല്ലാം. ഓക്കെ, അപ്പം ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ ലോസ് എങ്ങനെയെങ്കിലും മാക്സിമം കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ നമുക്കത് ചെയ്യാനുള്ളൂ. പ്രോഫിറ്റ് കിട്ടുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നു. ലോസ് വരുമ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്യുന്നു ലോസ്. ഇതാണ് നമ്മുടെ തിയറി. ഓക്കെ, അത് ചില ദിവസങ്ങളിൽ സക്സസ് ആവും, ചില ദിവസങ്ങളിൽ സക്സസ് ആകത്തില്ല. എങ്കിലും നമ്മളതിനെ നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് നമ്മളതിനെ കവർ ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ അതിനകത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ, നമുക്ക് ഇപ്പം ഈ എന്നെ യൂട്യൂബിൽ കാണുന്നവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം നമ്മുടെ ആരോ അനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ വരുമ്പോഴാണ്. റിയൽ മാർക്കറ്റ് വരുമ്പം നമുക്ക് ചില മാർക്കറ്റിനെ പറ്റി കുറച്ച് പ്രൊഡിക്ഷൻസ് വരുമല്ലോ. ആ മാർക്കറ്റിൻ്റെ ലൈവ് മാർക്കറ്റിൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് പ്രൊഡിക്ഷൻസ് ഇൻഡ്യൂഷൻസൊക്കെ വരും. അത് വെച്ചാണ് നമ്മൾ അന്നേരം ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ചില സമയത്ത് അത് പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, എനിവേ, എന്തായാലും 13,100 കടന്ന് മാർക്കറ്റ് മേലോട്ട് പോയിട്ടില്ല. അപ്പം നമുക്ക് ഇനി നാളെ എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പം നാളെ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 13,100 വന്ന് റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടാണ് മാർക്കറ്റ് നേരെ തിരിച്ച് പോയേക്കുന്നത്. അപ്പം നാളെ ഇനി ഗ്ലോബൽ മാർക്കറ്റ് കൂടെ നോക്കിക്കഴിഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലും നമുക്ക് ഒരു ഊഹം പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഡൗ ജോൺസ് ട്രേഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവിലാണ്. നാസ്ഡാക്ക് ഒരു ഫ്ലാറ്റിലുമാണ്. ഡൗ ജോൺസ് ഇപ്പോൾ ഒരു -58 ഒരു ഡൗൺ ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഇപ്പം നെഗറ്റീവിലാണ് ട്രെൻഡ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് മോഡിലാണ് ട്രെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും നാളെ രാവിലെ വരുമ്പോൾ ഇതൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. എനിവേ, എന്തായാലും ഞാൻ ഇപ്പോഴും നിലവിൽ എൻ്റെ മാർക്കറ്റിൻ്റെ ഒരു നിലവാരം എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ട്രെൻഡ് തന്നെയാണ്. കാരണം മുകളിലോട്ട് പോകാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഹൈ വാല്യൂഷന് നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ മിഡ് ക്യാപ്പിലുള്ള സ്റ്റോക്സ് എല്ലാം ഓൾ ടൈം ഹൈയിലാണ്. അപ്പം ഒരു വീഴ്ച കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിഭീകരമായ ഒരു വീഴ്ചയായിരിക്കും. ആ വീഴ്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് എപ്പോൾ വരും എന്നുള്ളത് മാത്രം നമുക്ക് പറയാൻ പറ്റുന്നില്ല. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു വീഴ്ച കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മാത്രമല്ല, പിന്നെ നാളെ അമേരിക്കൻ മാർക്കറ്റിൽ, ഇന്നാണ് നാളെയാണെന്ന് അറിയത്തില്ല, പിന്നെ റേറ്റ് കട്ടിനെ പറ്റി ഒരു നമ്മുടെ പവൽ അണ്ണൻ്റെ ഒരു കമൻട്രി പുള്ളി എവിടെയോ ഒരു ഡിസ്കഷന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതിനെപ്പറ്റി റേറ്റ് കട്ടിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ ശരിക്കും എഫക്റ്റ് ചെയ്യും. അപ്പം അത് -2.25 ആണോ അതോ
0.5 ആണോ ഒരു കുറയ്ക്കുന്നതെന്നുള്ള ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിനുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുവാണെങ്കിൽ പുള്ളി എന്തെങ്കിലും ഒരു ക്ലൂ പറയുവാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ ശരിക്കും ബാധിക്കും. അതനുസരിച്ച് മാർക്കറ്റ് മുകളോട്ട് താഴോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പം പുള്ളിയുടെ ഡോവിഷാണോ ഹോക്കിഷാണോ പുള്ളിയുടെ കമൻട്രി എന്ന് അറിഞ്ഞിട്ടാണ് അതിനനുസരിച്ച് മാർക്കറ്റ് മുമ്പോട്ട് പോകുന്നത്. എനിവേ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,100 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു. അത് റെസിസ്റ്റൻസ് എടുത്ത് നേരെ മാർക്കറ്റ് താഴോട്ട് നിൽക്കുകയാണ്. ഇനി നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പം ഇനി ഉള്ളത് നമ്മുടെ മുന്നിലുള്ളത് ഒരു നമ്മുടെ പഴയ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെൻഡ് ലൈനാണ്. അത് ഏകദേശം ഒരു 13,250-300 റേഞ്ചിലായിരിക്കും നമുക്ക് അടുത്ത ഒരു റെസിസ്റ്റൻസ് ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലുള്ളത്. നമുക്ക് വേണമെങ്കിൽ 13,200 ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. 13,200 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്, റെസിസ്റ്റൻസ് ആണ്. അപ്പം അത് ക്രോസ് ചെയ്ത് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഈ ട്രെൻഡ് ലൈനാണ്. നമ്മുടെ ഡേ ടൈം ഫ്രെയിമിലുള്ളൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, ഒരു 1.5 മാസം കൊണ്ട് ഞാനൊന്ന് കാണിക്കാം. 1.5 മാസം കൊണ്ട് ഈ സാധനം ഇങ്ങനെ അത് രസം കൊണ്ട് ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് പലയിടത്ത് ഇങ്ങനെ ടച്ച് ചെയ്താണ് ഇത് പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ വന്ന് റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 13,250-300 റേഞ്ചിലായിരിക്കും ഈ സംഭവം വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചർ സെല്ല് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 13,250-300 റേഞ്ച് വരുമ്പോൾ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സെല്ല് ചെയ്യാം. 100 പോയിൻ്റ് എസ്സിൽ ഇട്ടിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഇവിടെ സെല്ല് ചെയ്യാം. മാർക്കറ്റ് പൊട്ടി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് കിട്ടും. അപ്പം അതാണ് അതിനകത്തിലെ ഒരു കോൺസെപ്റ്റ്. അപ്പം നമുക്ക് നാളെ മാർക്കറ്റ് പറയാനുള്ളത് ഇത് തന്നെയാണ് സംഭവം. മാർക്കറ്റ് നാളെ മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13,200 നമ്മുടെ നെക്സ്റ്റ് ലെവല്. 13,200 നെക്സ്റ്റ് ലെവൽ. ഇത് 13,100 ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടുന്ന് താഴോട്ട് ഇത് ബ്രേക്ക് ചെയ്ത് നമുക്ക് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ ട്രെൻഡ് നോക്കാം. അഥവാ ഇവിടെ ടച്ച് ചെയ്ത് നേരെ തിരിച്ചു വരികയോ ഇവിടുന്ന് ഇങ്ങനെ വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലോട്ടുള്ളൊരു യാത്ര നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഇപ്പോഴും നിലവിലുള്ള കോൺസെപ്റ്റ്. ഞാനിപ്പോഴും ബെയറിഷിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. മാർക്കറ്റ് താഴോട്ട് വരും തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ചിലപ്പം തെറ്റിപ്പോയിരിക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളോ തെറ്റിപ്പോയി. അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ രാത്രിയിലെ നമ്മുടെ US മാർക്കറ്റിൻ്റെ സ്ഥിതിഗതിയോട് അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് ഇപ്പോൾ ഓവറോൾ ഉള്ള ഒരു രത്ന ചുരുക്കം. ഇപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഓക്കെ, നാളെ വൈകിട്ട് വീണ്ടും കാണുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് എന്ന് അങ്ങനെ എല്ലാവർക്കും പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ എന്നുള്ള കാര്യം ഞാനൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നിന്ന് ഉപകാരപ്പെടും. അതുപോലെ തന്നെ AMO എന്താണെന്ന് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ AMO എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി AMOയുടെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ പലപ്പോഴും ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ AMO വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ് യാത്രയിൽ നിങ്ങൾക്കത് ശരിക്കും ഉപകാരപ്പെടും. അപ്പം എല്ലാവർക്കും ഇതുവരെ എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി കാണുന്നതിനും വരെയും ഓക്കെ, താങ്ക് യു ഓൾ.